ലോകാവസാനത്തിൻ്റെ വലിയ അടയാളങ്ങളെ സംബന്ധിച്ചാണ് കഴിഞ്ഞ ഏതാനും ദർസുകളിൽ നാം പഠിക്കുകയും മനസ്സിലാക്കുകയും ചെയ്തത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ലോകാവസാനത്തിൻ്റെ മുമ്പേ ഉണ്ടാകും എന്ന് പറഞ്ഞിട്ടുള്ള പ്രധാനപ്പെട്ട 10 അടയാളങ്ങളിൽ വളരെ വലിയ അടയാളങ്ങളായ 3 കാര്യങ്ങൾ നാം സവിസ്തരം പ്രതിപാദിക്കുകയുണ്ടായി. ഒന്ന് ദജ്ജാലിൻ്റെ വരവാണ്. രണ്ടാമത്തത് ഈസാ അലൈഹിസ്സലാത്തു വസ്സലാമയുടെ ഇറങ്ങിവരവും ദജ്ജാലിനെ വധിക്കലുമാണ്. മൂന്നാമത്തത് യഅ്ജൂജ് മഅ്ജൂജ് എന്ന് പറയുന്ന വളരെ വലിയ മറ്റൊരു പരീക്ഷണമാണ്. അതിനെ സംബന്ധിച്ചെല്ലാം കഴിഞ്ഞ ക്ലാസ്സിൽ നാം വിശദീകരിച്ചു. ഇനി അവശേഷിക്കുന്ന 7 അടയാളങ്ങളെ സംബന്ധിച്ചാണ് നമുക്ക് മനസ്സിലാക്കുവാനുള്ളത്. അതിൽ 3 വലിയ ഭൂകമ്പങ്ങളാണ്. സ്വഹീഹായ ഹദീസിൽ 10 അടയാളങ്ങളെ സംബന്ധിച്ച് വിശദീകരിച്ച ആ ഹദീസിൽ നാം നേരത്തെ മനസ്സിലാക്കിയതാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, വസലാസു ഖുസൂഫിൻ, 3 ഖസ്ഫുകൾ നിങ്ങൾ പ്രതീക്ഷിക്കുക. ഖസ്ഫുൻ ബിൽ മശ്രിഖ്, ഒന്ന് മശ്രിഖിലാണ്. വഖസ്ഫുൻ ബിൽ മഗ്രിബ്, മറ്റൊന്ന് മഗ്രിബിലാണ്. വഖസ്ഫുൻ ബി ജസീറത്തുൽ അറബ്, മറ്റൊന്ന് ജസീറത്തുൽ അറബിലാണ്. എന്താണ് ഖസ്ഫ് എന്ന് പറഞ്ഞാൽ? ഖസഫ യഖ്സിഫു ഖസ്ഫൻ വഖുസൂഫ ഇദാ ദഹബ ഫിൽ അർളി വഗാബ ഫീഹ, ഭൂമിയിലേക്ക് ആണ്ടുപോയാൽ, ഭൂമിയിൽ അപ്രത്യക്ഷമായാൽ അതിനാണ് ഖസഫ എന്ന് പറയുന്നത്. എന്ന് പറഞ്ഞാൽ ഭൂമി ഇളകുകയും ഭൂമി പിളരുകയും പലതും ഭൂമിക്കുള്ളിലേക്കും മറ്റു ചിലത് ഭൂമിയിൽ നിന്ന് പുറത്തേക്കുമെല്ലാം പുറത്തേക്ക് വരുന്ന ആ ഒരു പ്രതിഭാസത്തിനാണ് ഖസ്ഫ് എന്ന് പറയുന്നത്. അത് ഭൂമി പിളരലാവാം, അല്ലെങ്കിൽ ഭൂകമ്പമാവാം. രണ്ടാണെങ്കിലും ഭൂമിയിൽ വമ്പിച്ച ഒരു നാശനഷ്ടം വരുന്ന, ഒരു ഭൂമി പിളർന്നു പോകുന്ന അവസ്ഥ തന്നെയാണ് ഈ ഹദീസിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഇപ്രകാരം 3 ഭൂമിയുടെ പിളരൽ ഉണ്ടാകും, അല്ലെങ്കിൽ ഭൂകമ്പമുണ്ടാകും. ഒന്ന് മശ്രിഖിലാണ്, അഥവാ കിഴക്ക് ഭാഗത്താണ്. മറ്റൊന്ന് ഖസ്ഫുൻ ബിൽ മഗ്രിബാണ്, പടിഞ്ഞാറു ഭാഗത്താണ്. മറ്റൊന്ന് ഖസ്ഫുൻ ബി ജസീറത്തുൽ അറബ്, ജസീറത്തുൽ അറബിലുള്ള മറ്റൊരു ഭൂകമ്പമാണ്. ഇങ്ങനെ ശക്തമായ 3 ഉണ്ടാകും. ഓരോന്നും വ്യത്യസ്ത സന്ദർഭങ്ങളിലായതുകൊണ്ടായിരിക്കാം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഓരോന്നിനെയും വേറെ വേറെ തന്നെ എണ്ണിയത്. അതുകൊണ്ട് തന്നെ അന്ത്യസമയത്തിൻ്റെ അടയാളങ്ങളിൽ 4-മത്തതും 5-മത്തതും 6-മത്തതും ഈ പറഞ്ഞ ശക്തമായ ഭൂമി പിളരലാണ്, അല്ലെങ്കിൽ ഭൂകമ്പമാണ് എന്ന് നമ്മൾ മനസ്സിലാക്കുക. ഇങ്ങനെ 3 ഭൂകമ്പങ്ങൾ ഉണ്ടാകും. അത് വമ്പിച്ച നാശനഷ്ടങ്ങൾ ഉണ്ടാക്കുന്നതാണ്. കാരണം ഭൂമിയിൽ ഒരുപാട് ഭൂകമ്പങ്ങൾ ഇതിനു മുമ്പും ഉണ്ടായിട്ടുണ്ട്, ഇപ്പോഴും ഉണ്ടായിക്കൊണ്ടിരിക്കുന്നുമുണ്ട്. എന്നാൽ ഇത് പ്രത്യേകം എടുത്തു പറയാനുള്ള കാരണം അത് ഭൂമിയെ മൊത്തം ബാധിക്കുന്ന രൂപത്തിലുള്ള ശക്തമായ ഭൂകമ്പങ്ങളായതുകൊണ്ടാണ് എന്നാണ് ഉലമാക്കൾ പറഞ്ഞിട്ടുള്ളത്. എന്നാൽ ഇങ്ങനെ 3 ഭൂകമ്പങ്ങൾ ഉണ്ടാകുമെന്നല്ലാതെ അതിൻ്റെ മറ്റു വിശദാംശങ്ങളൊന്നും തന്നെ സ്വഹീഹായ ഹദീസുകളിൽ നമുക്ക് കാണുക സാധ്യമല്ല. അതുകൊണ്ട് 3 ഭൂകമ്പങ്ങൾ ഉണ്ടാകും. അത് 3ഉം വേറെ വേറെ സന്ദർഭങ്ങളിലായിരിക്കും. ഒന്ന് മശ്രിഖിലും, മറ്റൊന്ന് മഗ്രിബിലും, മറ്റൊന്ന് ജസീറത്തുൽ അറബിലുമായിരിക്കും. ഇതാണ് അന്ത്യസമയത്തിൻ്റെ മറ്റു 3 അടയാളങ്ങൾ. അപ്പോൾ 6 അടയാളങ്ങൾ നാം മനസ്സിലാക്കി. 7-മത്തത് അദ്ദുഖാൻ. കഴിഞ്ഞ 10 അടയാളങ്ങൾ എണ്ണിപ്പറഞ്ഞിടത്ത് നമ്മൾ പ്രത്യേകം പറഞ്ഞതാണ് അദ്ദുഖാൻ. ഭൂമിയെ മുഴുവൻ വലയം ചെയ്യുന്ന ശക്തമായ ഒരു പുക പ്രത്യക്ഷപ്പെടും. അതിനുള്ള തെളിവുകളിൽ ഒന്ന്, പരിശുദ്ധ ഖുർആനിൽ ഒരധ്യായം തന്നെ അദ്ദുഖാൻ എന്ന പേരിൽ അറിയപ്പെടുന്നുണ്ട്. ശക്തമായ പുക എന്നാണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ആ അധ്യായത്തിലെ 10-11 വചനങ്ങളിൽ നമുക്ക് കാണാം, അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു, ഫർതഖിബ്, നിങ്ങൾ കാത്തിരുന്നു കൊള്ളുക. യൗമ തഅ്തിസ്സമാഉ, ആകാശം കൊണ്ടുവരുന്ന ഒരു ദിവസം. എന്തുമായിട്ടാണ് ആകാശം വരുന്നത്? ബിദുഖാനിം മുബീൻ,
വ്യക്തമായ ഒരു പുക. അപ്പോൾ വ്യക്തമായ ഒരു പുകയുമായി ആകാശം വരുന്നതിനെ നിങ്ങൾ കാത്തിരുന്നുകൊള്ളുക. യഗ്ശന്നാസ, അത് ജനങ്ങളെ മുഴുവൻ വലയം ചെയ്യുന്നതാണ്, മൂടിക്കളയുന്നതാണ്. ഹാദാ അദാബുൻ അലീം, ഇത് വേദനയേറിയ ശിക്ഷയാണ് എന്ന് പറയപ്പെടുകയും ചെയ്യും. അപ്പോൾ വ്യക്തമായ ഒരു പുകയുമായി ആകാശം വരുമെന്നും അത് മനുഷ്യരെ മുഴുവൻ വലയം ചെയ്യുമെന്നും, അതാണ് യഗ്ശന്നാസ, മനുഷ്യരെ അത് വലയം ചെയ്യും. ഹാദാ അദാബുൻ അലീം, ഇത് വേദനയേറിയ ശിക്ഷയാണ് എന്ന് പറയപ്പെടുകയും ചെയ്യുന്നതാണ്. ഈ പുക ഏതാണ്? ഉലമാക്കൾക്കിടയിൽ സ്വഹാബത്ത് മുതൽക്ക് തന്നെ രണ്ട് അഭിപ്രായങ്ങളുണ്ട്. അതിൽ ഒന്ന്, മഹാനായ അബ്ദുല്ലാഹിബ്നു മസ്ഊദ് റളിയല്ലാഹു തആല അൻഹു പറഞ്ഞതുപോലെ ഈ അടയാളം വന്നു കഴിഞ്ഞിരിക്കുന്നു. കാരണം മക്കയിലെ മുശ്രിക്കീങ്ങൾക്ക് ശക്തമായ ഈ നിലക്കുള്ള ഒരു പുക കൊണ്ടുള്ള പരീക്ഷണം അല്ലാഹു നൽകിയിട്ടുണ്ട്. അവർ പ്രവാചകനെ ഉപദ്രവിച്ചത് കാരണത്താൽ, പ്രവാചകനെ പ്രയാസപ്പെടുത്തിയത് കാരണത്താൽ ഇതേപോലെയുള്ള ഒരു ശക്തമായ പുക അത് മുശ്രിക്കീങ്ങൾ കണ്ടു എന്നാണ്. കാരണം അവർക്ക് വല്ലാത്ത നിലക്കുള്ള വിശപ്പ് പിടികൂടി, അതേപോലെ തന്നെ വരൾച്ച പിടികൂടി, ആവശ്യത്തിന് ഭക്ഷണവും വെള്ളവും ലഭിക്കാത്തൊരവസ്ഥയുണ്ടായി. അവരിൽ ഓരോ ആളുകളും ആകാശത്തേക്ക് നോക്കിയാൽ ഒരു പ്രത്യേകമായ പുക കാണുന്നതായി അവർക്ക് തോന്നി എന്നാണ്. അതുകൊണ്ട് ഈ ഒരു പരീക്ഷണം, അതല്ലെങ്കിൽ ഈ ഒരു ഫിത്ന ദുഹാൻ എന്നത് അത് സംഭവിച്ചു കഴിഞ്ഞിരിക്കുന്നു എന്നാണ് ചില സ്വഹാബികൾ അഭിപ്രായപ്പെട്ടിട്ടുള്ളത്. എന്നാൽ മറ്റു ധാരാളം സ്വഹാബികളും അതേപോലെ തന്നെയുള്ള പണ്ഡിതന്മാരും പറഞ്ഞത്, ഇവിടെ അല്ലാഹു സുബ്ഹാനഹു തആല ഈ വചനത്തിൽ യഗ്ശന്നാസ്, മുഴുവൻ മനുഷ്യരെയും ബാധിക്കുന്ന വ്യക്തമായ ഒരു പുകയെക്കുറിച്ചാണ് പറയുന്നത്, ബിദുഖാനിൻ മുബീൻ. അതുകൊണ്ട് തന്നെ അതൊരു കേവലം തോന്നലല്ല. മക്കയിലുള്ള ആളുകൾക്ക് അങ്ങനെ ഒരു പുകയുള്ളതായി തോന്നിയതാണ്, അതെല്ലാവർക്കും അനുഭവപ്പെട്ടിട്ടുമില്ല. എന്നാൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞ ദുഖാനാകട്ടെ ലോകാവസാനത്തിൻ്റെ വലിയ അടയാളങ്ങളിൽപ്പെട്ടതാണ്, അതെല്ലാവർക്കും അനുഭവിക്കാനും സാധിക്കുന്നതാണ്. അതുകൊണ്ട് തന്നെ അത് വന്നിട്ടില്ല, അത് വരാനിരിക്കുന്നേയുള്ളൂ എന്നാണ് മഹാഭൂരിപക്ഷം പണ്ഡിതന്മാരും പറഞ്ഞിട്ടുള്ളത്. അതേ സന്ദർഭത്തിൽ മൂന്നാമതൊരു വിഭാഗം പണ്ഡിതന്മാർ പറഞ്ഞു, അതാണ് കൂടുതൽ ശരിയായിട്ടുള്ളതും എല്ലാ തെളിവുകളെയും ഉൾക്കൊള്ളുന്നതും ആ അഭിപ്രായമാണ്. എന്താണത്? ഈ ദുഹാൻ എന്നത് വ്യത്യസ്ത സന്ദർഭങ്ങളിൽ വരുന്നതിന് യാതൊരു വിരോധവുമില്ല. ഏതുപോലെ 3 ഭൂകമ്പങ്ങൾ ഉണ്ടാകുമെന്ന് പ്രവാചകൻ പറഞ്ഞിട്ടുണ്ടല്ലോ. എന്നാൽ അതിനു മുമ്പും അറബി ലോകത്തടക്കം ലോകത്തിൻ്റെ നാനാഭാഗങ്ങളിൽ, മശ്രിഖിൽ, മഗ്രിബിൽ, ജസീറത്തുൽ അറബിലെല്ലാം ഭൂകമ്പമുണ്ടായിട്ടില്ലേ? തീർച്ചയായും ഉണ്ടായിട്ടുണ്ട്. അങ്ങനെ ഒരു ഭൂകമ്പം ഉണ്ടായി എന്നതുകൊണ്ട് അത് വരാനിരിക്കുന്ന ഒരു ഭൂകമ്പത്തിന് യാതൊരു നിലക്കും തടസ്സമാവുന്നില്ല. എന്നതുപോലെ ഈ ദുഹാൻ എന്നത് അത് മക്കയിലെ ആളുകൾക്ക് മാത്രം അനുഭവിക്കേണ്ടി വന്ന ഒരു പരീക്ഷണമായി വന്നിട്ടുണ്ട്. എന്നാൽ ഇൻഷാ അല്ലാഹ് ഖിയാമത്ത് നാളിൽ അതിനേക്കാൾ വിപുലമായതും അതിനേക്കാൾ വ്യാപകമായതുമായ മറ്റൊരു ദുഹാനുമുണ്ടാകും. ഇത് രണ്ടുമുണ്ടാകുന്നതിൽ തടസ്സമില്ല. ആ പറഞ്ഞതാണ് യഥാർത്ഥത്തിൽ ശരി. 2 സന്ദർഭത്തിലും അതുമുണ്ടാകും. പക്ഷേ ഖിയാമത്ത് നാളിൻ്റെ സന്ദർഭത്തിൽ ഉണ്ടാകുന്നതാകട്ടെ അത് വളരെ വലുതായിരിക്കും.